എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെയും മാനിറ്റോബയിലെയും PNB പാത്വേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എത്രയാണ് ഇൻവിറ്റേഷൻസ് കിട്ടിയത്, ഏതൊക്കെ സ്ട്രീമിലാണ് കിട്ടിയത്. അത് 1998 ഈ PNB എന്ന് പറയുന്ന സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഈസി ആയിട്ട് ഓരോ പ്രൊവിൻസിലേക്കും അവിടുത്തെ ലേബർ ഷോർട്ടേജ് അനുസരിച്ചിട്ട് ഡിമാൻഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്ന ഒരു സ്കീമാണ് ഈ PNB എന്ന് പറയുന്നത്. ഇപ്പം 90ഓളം PNB പ്രോഗ്രാംസ് ആണ് കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് കുറെ പ്രോഗ്രാംസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ എണ്ണം പോസ് ചെയ്ത്, കുറെ എണ്ണം എടുത്തു മാറ്റി, അങ്ങനെയുള്ള കുറെ അപ്ഡേഷൻ വന്നിരുന്നാലും പല പ്രൊവിൻസും ഇപ്പോഴും PNBs കൊടുക്കുന്നുണ്ട്. ഈ PNB ത്രൂ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ 600 പോയിന്റ്സ് കിട്ടുകയും നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാനഡ PR ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെയും മാനിറ്റോബയിലെയും PNB പാത്വേസിനെ കുറിച്ചിട്ടും ഏതിലൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയയുടെ കാര്യമാണ്. ബ്രിട്ടീഷ് കൊളംബിയയിൽ ഇപ്പൊ നവംബർ 20 കാറ്റഗറി ബേസ്ഡ് ഡ്രോ ആണ് നടന്നത്. അത് സ്കിൽഡ് ആൻഡ് ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് സ്ട്രീമിലാണ്. ഇത് എക്സ്പ്രസ് എൻട്രി അണ്ടറിലൂടെയാണ് ഇത് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതിലൊക്കെയാണ് മിനിമം സ്കോർ എത്രയാണ് ഇൻവിറ്റേഷൻ നടത്തിയത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് കെയറിലാണ്. അതിന്റെ മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ 102 ഇതിന്റെ അണ്ടറിൽ 3 ഇൻവിറ്റേഷൻ ആണ് നടന്നിരിക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ഇൻവിറ്റേഷൻസ് നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, ഇങ്ങനെ ഇപ്പൊ അഗ്രികൾച്ചർ ഒക്കെ വേറെ പ്രൊവിൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരുപാട് ഇൻവിറ്റേഷൻ നടക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറ്റോബയിലാണ്. കൺസ്ട്രക്ഷൻ അത് 107 എണ്ണമാണ്. ഇതിന്റെ അണ്ടറിൽ 4 ഇൻവിറ്റേഷൻ ആണ് നടന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഹെൽത്ത് കെയറിലാണ്. അത് 116 ആണ് വന്നിരിക്കുന്നത്. 4 ഇൻവിറ്റേഷൻസ് വന്നിരിക്കും. പിന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റെം കാറ്റഗറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും 141 ആണ് വന്നേക്കുന്നത്. 4 ഇൻവിറ്റേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ വെറ്റിനറി കെയർ ആണ്. അത് 80 ആണ് മാക്സിമം സ്കോറും. ഇതിന്റെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എണ്ണമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് ഇപ്പൊ ബ്രിട്ടീഷ് കൊളംബിയയിൽ വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ബ്രിട്ടീഷ് കൊളംബിയയിൽ അവിടെ ഡിമാൻഡ് ആയിട്ടുള്ള, അതായത് ആൾക്കാർ കുറവുള്ള ഫീൽഡിലുണ്ടല്ലോ, ആ ഒരു ഫീൽഡിൽ ഇപ്പൊ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് സ്റ്റഡി പെർമിറ്റ് ഒക്കെ എക്സ്പയർ ആയിട്ട് നിങ്ങൾ പുറത്ത് നിങ്ങളുടെ ഹോം കൺട്രിയിലേക്ക് പോയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ആ ഒരു കൺട്രിയിൽ നിന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PNB ത്രൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PNB ത്രൂ അപ്ലൈ ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി ത്രൂ ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവർ ഇൻവിറ്റേഷൻസ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 600 പോയിന്റ്സ് നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രിയിൽ ആഡ് ചെയ്യും. നെക്സ്റ്റ് ഡ്രോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് PR ഇൻവിറ്റേഷൻ കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് മാനിറ്റോബയുടെ കാര്യമാണ്. മാനിറ്റോബയിൽ നവംബർ 8 ഇൻവിറ്റേഷൻ തന്നത് 274 കാൻഡിഡേറ്റ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഏത് കാറ്റഗറിയിലാണുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറ്റോബ അണ്ടർ ഒക്കുപേഷൻ സ്പെസിഫിക് സെലക്ഷനിലാണ് വന്നിരിക്കുന്നത്. അത് 41 ലെറ്റർ ഓഫ് അഡ്വൈസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് റെസ്റ്റോറന്റ് ഫുഡ് ആൻഡ് സർവീസ് മാനേജർ ഫീൽഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് ലോവസ്റ്റ് CR സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 672 ആണ് ഇവർ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രീമിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. ഇത് 188 ലെറ്റർ ഓഫ് അഡ്വൈസ് ആണ് വിളിച്ചിട്ടുള്ളത്. എത്ര ആൾക്കാർക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന ഈ ഒരു സ്ട്രീമിന്റെ അണ്ടറിൽ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ഓവർസീസ് വർക്കർ സ്ട്രീമിലാണ്. ഇതിന്റെ അണ്ടറിലാണ് ഒരുപാട് ആൾക്കാർ മാനിറ്റോബയിലേക്ക് വരുന്നത്. ഇതിനകത്ത് ഇവർ ഇപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 45 ലെറ്റർ ഓഫ് അഡ്വൈസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മിനിമം സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 703 ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഈ ഒരു മാസം നടന്നിരിക്കുന്നത്. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് കാനഡയിലേക്ക്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇപ്പൊ മാനിറ്റോബ ആണെങ്കിലും നിങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. അപ്പൊ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വരും. പിന്നെ നിങ്ങൾ ഇതിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് സെന്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ന്യൂ ബ്രിൻസ്വിക്കിൽ ഒരുപാട് പാത്വേസ്, അതായത് PNB പാത്വേസ് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബ്രിൻസ്വിക് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ബ്രിൻസ്വിക് പ്രൈവറ്റ് കരിയർ കോളേജ് ഗ്രാജുവേറ്റ് പൈലറ്റ് പ്രോഗ്രാം ആണ് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നവംബർ 15 മുതലാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ നവംബർ 15 മുമ്പ് നിങ്ങൾ എംപ്ലോയറിന്റെ ഡെസിഗ്നേഷൻ ലെറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റിൽ നിങ്ങൾക്ക് PNB പ്രോസസ്സ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം എംപ്ലോയറിന്റെ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് എംപ്ലോയറിന്റെ ലെറ്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇത്രയും അപ്ഡേറ്റ് വരാത്ത ആൾക്കാരും ഈ ഒരു ന്യൂ ബ്രിൻസ്വിക്ക് PNBയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, നിങ്ങളെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് ചെക്ക്
ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ AIP നോക്കാൻ പറ്റുന്നത് ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ ആണ്, പിന്നെ നോവാ സ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുള്ള അതും മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.